തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്ക് കുറച്ച് പേരൂടെ ഉണ്ട് ദിവ്യ, നമുക്ക് കുറച്ച് പേരൂടെ ഉണ്ട്, കുറച്ചധികം പേരുണ്ട്. കാരണം നടക്കാനിറങ്ങിയ മുതിർന്ന വോട്ടർമാരായ മുതിർന്ന പൗരന്മാരായ ഒരുപാട് ആളുകൾ. ഗുഡ് മോർണിംഗ് എവരിബഡി. സീനിയർ സിറ്റിസൺ. നടത്തം കഴിഞ്ഞു. ഡെയിലി ഉള്ള ഒരു ടീമാണ്. നടന്നിട്ട് ഫ്രണ്ട്സ് ആയതാണോ നിങ്ങൾ? അല്ല, ഫ്രണ്ട്സ് ആയിട്ട് നടന്നതാ അല്ലേ? അപ്പൊ എങ്ങനെയാണ്, എത്ര കാലം മുതലേ ഈ വഴിയിലൂടെ നടക്കാൻ തുടങ്ങിയത്? എത്ര കാലമായി? ഈ വഴിയിലല്ല, ഞങ്ങളുടെ ഈ ക്ലബ്ബ്, ഈ ഹെക്ടർ എന്ന് പറയുന്ന ക്ലബ്ബ് രൂപീകരിച്ചിട്ട് 93. 23, 24, 7, 25, 32. നിങ്ങൾ രാവിലെ നടത്തം മാത്രമേ ഉള്ളൂ, അതോ ഒരു എക്സസൈസ് പാറ്റേൺ ഒക്കെ ഉണ്ടോ? രാഷ്ട്രീയം പറയും, നുണ പറയും, എല്ലാം നുണയും പറയുമല്ലേ? അതാണോ മെയിൻ? രാഷ്ട്രീയവും പറയുമല്ലോ ഉറപ്പായും. തീർച്ചയായിട്ടും. എന്താണ് ഇപ്പൊ ഇലക്ഷൻ സമയമാണല്ലോ, അപ്പോൾ രാഷ്ട്രീയം കൂടി പറയാം. 2, 3, 4, 5 ഞങ്ങൾ 5 പേരും LDF അനുകൂലികളാണ്. എന്താണ് ഇലക്ഷൻ? കോർപ്പറേഷന് കുറെ കാലങ്ങളായി LDF ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ജനങ്ങളിലേക്ക് വികസനമൊക്കെ കാര്യമായി കഴിഞ്ഞ കാലങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ വികസനം തുടരണം എന്നാണ് പറയുന്നത്. സംശയമില്ലാത്ത കാര്യമാണ്. ഇനിയും മുന്നോട്ട് പോകാൻ കോർപ്പറേഷന്റെ കാര്യത്തിൽ തിരുവനന്തപുരം സിറ്റിയും നഗരവും ഒക്കെ കുറെ കൂടി വികസിക്കേണ്ടതുണ്ട്. അക്കാര്യത്തിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ആശയങ്ങൾ പുതിയ വരുന്ന ഭരണസമിതിക്ക് മുന്നോട്ട് വെക്കാനുണ്ടോ? പുതിയ ആള് വരുമല്ലേ, പുതിയ മേയർ വരും, അപ്പൊ പുതിയ ആശയങ്ങൾ വരും. അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചാൽ ഒരു ആശയം നമുക്ക് പറയാനൊക്കില്ല. പക്ഷെ പല നല്ല കാര്യങ്ങളും ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യം. ഒന്ന് ചോദിക്കട്ടെ, ശക്തമായിട്ടുള്ള വാദമുണ്ട്. നിങ്ങളൊക്കെ തന്നെ അതിനെതിരായിട്ട് നിൽക്കും. നിങ്ങൾ എപ്പോഴും സ്ഥിരം നടക്കാൻ വരുന്നവരാണല്ലോ. തെരുവുനായ ശല്യം നല്ല ഉണ്ട്, പലർക്കും ഈ മ്യൂസിയത്തിൽ നിന്ന് കടിയേറ്റം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എപ്പോഴെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതിന് പരിഹാരം വേണ്ടേ? വേണം. പക്ഷെ അതിന് വേണ്ടതെന്ന് വരുമ്പോൾ നമ്മൾ അതിന്റെ ശരിയായിട്ടുള്ള കാരണം കണ്ടുപിടിക്കണം. ഒരു നിയമം ഉണ്ടാക്കി വെച്ചിട്ട് പട്ടിയെ പിടിക്കാൻ പാടില്ല എന്നും പട്ടിയെ പിടിച്ചാൽ AC റൂം ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രായോഗികമല്ലാത്ത ഒരുപാട് നിയമങ്ങൾ വന്നപ്പോൾ അത് നടപ്പിലാക്കാൻ താഴെയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. ഇതിനുള്ള കാശ് ആര് കൊടുക്കും? ഒരു നിയമം അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് രാജ്യം മുഴുവൻ നിയമം അത് നടപ്പിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഭീമമായ ചെലവ് വഹിക്കാൻ ആരുമില്ല. രണ്ടാമത് അവരുടെ അടുത്ത് മേനാന്റെ അടുത്ത് ചോദിച്ചാൽ പറയാം, ഒരു മരം കണ്ടുപിടിക്കുന്നു മരത്തെ കയറിക്കോളാൻ ആൾക്കാരുടെ അടുത്ത്. അപ്പോൾ അതിനകത്ത് പരിമിതികളുണ്ട്. ഒപ്പം തന്നെ ഈ പ്രാദേശിക വികസനവും വികസനമില്ലായ്മയും ചർച്ച ചെയ്യുന്നതിനപ്പുറത്തേക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിലെ വലിയ സംഭവവികാസങ്ങൾ, വിവാദങ്ങൾ, ശബരിമല സ്വർണ്ണക്കൊള്ള പോലെയുള്ള വിഷയങ്ങൾ, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ, ത്രിതല തെരഞ്ഞെടുപ്പിൽ വിഷയമായി വരുമോ? എനിക്ക് അഭിപ്രായമില്ല. കാരണം ഞാനത് നോക്കിയിട്ട് വോട്ട് ചെയ്യുന്ന ഒരാളല്ല. ശബരിമല അവിടെ പോകുന്ന ആളുകൾ തീരുമാനിച്ചോട്ടെ. ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ വിഷയമല്ല, ഫാക്ടർ അല്ല. അതൊരു ഫാക്ടറി അല്ല. വികസനമില്ലായ്മ അതേ നോക്കൂ. വികസനമൊക്കെ അത് വരുന്നതാണ്, അതൊക്കെ കാര്യമായിട്ട് വരുന്നതാണ്. അതൊക്കെ ധാരാളം ഈ കഴിഞ്ഞ ഇതിന്റെ കാലത്തുണ്ടായിരുന്ന വികസനങ്ങൾ കണ്ടിന്യൂ ചെയ്തു. ഇന്നത്തെ നടത്തം കഴിഞ്ഞു. ഇന്ന് കഴിഞ്ഞു. നാളെ രാവിലെ ഇതുപോലെ തന്നെ വരും. മുടങ്ങാതെ എല്ലാ ദിവസവും വരും. ശരി. എന്താ 30 വർഷമായിട്ട് നടക്കുകയാണ്. 30 വർഷമായിട്ട് നടക്കുന്നു. ഞാൻ 2 ദിവസം നടക്കും, പിന്നെ 2 ദിവസം പിന്നെ മടിയാവും, വീട്ടിലിരിക്കും. ജനിച്ചപ്പോഴേ നടക്കാണ്. അല്ല, ഈ നടക്കുന്നതിന്റെ ഒരു ഗുണം ഉണ്ടല്ലേ, ഹെൽത്തിലൊക്കെ ഉണ്ടല്ലേ? മാത്രമല്ല നിങ്ങൾക്കിടയിൽ ഒരു സർക്കിളായി, ആ സർക്കിളിൽ വന്നിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ഒരാളെ എന്നും കാണുന്ന ഒരാളെ കണ്ടിട്ടില്ലെങ്കിലൊക്കെ വിഷമം ഉണ്ടാവും അല്ലേ? ഈ ക്ലബ്ബുണ്ട് ഇവിടെ. നടന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല ക്യാരറ്റ് ജ്യൂസ്, നല്ല ചെറുപയർ മുളപ്പിച്ചതൊക്കെ കിട്ടും. അതൊക്കെ കഴിച്ചിട്ടാണ് ചായ കുടിക്കും. അവിടെ പോയി ചായ ഞങ്ങളുടെ അടുത്ത നെക്സ്റ്റ് സ്റ്റോപ്പ്. അപ്പൊ നടത്തം തുടരട്ടെ. എല്ലാവിധ ആയുരാരോഗ്യങ്ങളും സൗഖ്യങ്ങളും ഒക്കെ നേരുന്നു. ഗംഭീരമാവട്ടെ ജീവിതം. അതാ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അതാണ് വളരെ ആക്റ്റീവ് ആളുകളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീനിയർ സിറ്റിസൺസ് എന്ന് അവര് തന്നെ നമ്മളോട് പറയാണ്.